മലയാളികൾക്കാകെ നൊമ്പരമാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ. കർണാടക ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 2 വർഷം. ഉത്തര കന്നഡയിലെ അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ കനത്ത മഴയായിരുന്നു ആ ദിവസങ്ങളിൽ. കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത, അവിടെയാണ് ദുരന്തം സംഭവിച്ചത്. 2024 ജൂലൈ 16 രാവിലെ 8:15 ദേശീയപാത 66 മലയിടിഞ്ഞ് ദുരന്തമുണ്ടായി. കനത്ത മണ്ണും പാറയും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്തി. റോഡിനരികിലെ ചായക്കടയും വീടുകളും തകർത്തെറിഞ്ഞു. ഈ ദുരന്തത്തിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതാവുന്നത്. ബലഗാവിയിൽ നിന്ന് മരം കയറ്റി വരികയായിരുന്നു അർജുൻ. അർജുനെ കണ്ടെത്താൻ സമാനതകളില്ലാത്ത രക്ഷാദൌത്യം ഗംഗാവാലി പുഴയിൽ നടന്നു. കനത്ത മഴയും കുത്തൊഴുക്കും പ്രതികൂലമായതോടെ 3 ഘട്ടങ്ങളായി തിരച്ചിൽ. NDRFും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. ജൂലൈ 20 പുഴയിൽ സോണാർ റഡാർ പരിശോധനകൾ. ജൂലൈ 25 മലയാളി മേജർ ജനറൽ M ഇന്ദ്രബാലനും സംഘവും. ജൂലൈ 27 സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപ്പയും ദൌത്യത്തിന്റെ ഭാഗമായി. ജൂലൈ 28 ദൌത്യം താൽക്കാലികമായി നിർത്തി. ഓഗസ്റ്റ് 13 രണ്ടാം ഘട്ട തിരച്ചിൽ തുടങ്ങി. തിരച്ചിലിൽ നാവികസേന ലോറിയിലെ വടം കണ്ടെത്തി. സെപ്റ്റംബർ 20 ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് 3ാം ഘട്ട തിരച്ചിൽ തുടങ്ങി. ദൌത്യം തുടർന്നു. 72 ദിവസത്തെ നെഞ്ചിടിപ്പേറിയ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ സെപ്റ്റംബർ 25 ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്തി. ആ ക്യാബിനിൽ അർജുന്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. ഇന്നും കേരളത്തിന്റെ നൊമ്പരമാണ് കണ്ണാടിക്കലിലെ അർജുൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.